നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 റീൽസ് ഇട്ടിട്ടില്ലേനോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്കൻ്റെ ചെറിയ പെങ്ങളെ മോളുടെ നിക്കാഹും പിന്നെ അതേപോലെ നിക്കാഹിന് ശേഷമുള്ള മഹറിടലും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു പരിപാടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ബാലുശ്ശേരിക്ക് അടുത്താണ് കേട്ടോ അവരുടെ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസമായിട്ട് രാവിലെ ഇവിടുന്ന് പോവും, വൈകുന്നേരം ചില ദിവസം രാത്രി അങ്ങനെയൊക്കെ തിരിച്ചു വരലാണ് കേട്ടോ. അപ്പോൾ ഇത് നിക്കാഹിൻ്റെ അന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകുന്നേരം പിറ്റേന്ന് പരിപാടിയാണല്ലോ, പെണ്ണുങ്ങളും എല്ലാവരും മഹറിട്ടാനും പിന്നെ വളടാനും അങ്ങനെയൊക്കെ വരുമല്ലോ, അങ്ങനെ വന്നതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഉച്ചക്ക് മഞ്ഞച്ചോറും ചിക്കന് വറുത്തരച്ചതുമാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല അടിപൊളി കഴിഞ്ഞ് കേട്ടോ. അപ്പം അന്ന് അതിലേക്കുള്ള കറി ഞാനാട്ടോ വെച്ചത്, ചോറ് മൂത്തച്ചിയാണ് വെച്ചത്. നിക്കാഹിന് പോയപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ അവിടെ ഉണ്ടായിന് കേട്ടോ, ബിരിയാണിയും പിന്നെ അങ്ങനത്തെ ഒക്കെ. അതൊക്കെ കഴിച്ച് വന്നതിന് ശേഷം വൈകുന്നേരം വിറക് കൊണ്ടുപോയിടലും അങ്ങനത്തെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിന്. അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞച്ചോറ് വെച്ചാൽ അവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടി ഒരു പ്ലേറ്റിലിട്ടിട്ട് ചോറ് തിന്നാണ്. ആ ചോറ് തിന്നുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഈ കാക്കൻ്റെ വലിയ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ 3 പെങ്ങന്മാരാണ് കാക്കുള്ളത്. ഇത് നിക്കാഹിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോന്ന് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിക്കാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാൻ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവുമോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് കാര്യമായിട്ട് പണികളൊന്നും ഇല്ലേന് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ ഒരുവിധം പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി പിന്നെ മീൻകറി മാത്രമേ ഞങ്ങൾക്ക് വെക്കാനുണ്ടായിട്ടുള്ളൂ. ഇനി അത് മാത്രം വെച്ച് പിന്നെ മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും അങ്ങനത്തെ ഒക്കെ പരിപാടിയിലാണ് കേട്ടോ വെപ്പുകാർ. അപ്പോൾ ബിരിയാണി ദമ്മിടുണ്ടാക്കുമെന്ന് വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടേനി. അപ്പോൾ വെപ്പുകാർ പറയാണ് നിങ്ങളെന്താളാണ് എവിടെ ഇനി ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് ആ വന്ന പാടന്നെ വീഡിയോ എടുക്കാൻ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അവിടെ വന്ന് നോക്കുന്ന സമയത്താണ് ഈ പരിപാടികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മൾ കോഴിക്കോടേക്കൊക്കെ ഈ നിക്കാഹിൻ്റെ മുമ്പാണ് വളടലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ. പക്ഷെ ഇവർ മലപ്പുറം വേങ്ങര എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആ മലപ്പുറത്തേക്ക് ഇങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെയൊക്കെ പറയും. നിക്കാഹ് കഴിഞ്ഞിട്ടാണ് സ്വർണ്ണം ഇടാൻ പാടുള്ളൂ, ഡ്രസ്സ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും പക്ഷെ ആരും അത് അങ്ങനെ കൂടുതൽ ആൾക്കാരും പിന്നെ നിക്കാഹിൻ്റെ മുന്നേ തന്നെയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കലും സ്വർണ്ണം ഇടിക്കലും വളടലൊക്കെ ശരിക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടിയത്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സ് കൊടുക്കൽ. ഇവിടെ ഡ്രസ്സും പൊന്നൊക്കെ ആൾക്കാർ കൊടുക്കെങ്കിലും ഞങ്ങൾ പെൺകുട്ടികൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സൊക്കെ ഇടുക. അപ്പോൾ അതുവരെ ഇടണ്ടെന്നാണ് കേട്ടോ പറയൽ. ഇടാൻ പാടില്ല, അങ്ങനെ ഇടാൻ പാടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി എന്നാണൊക്കെ പറയില്ല. അങ്ങനെയാണ് അത് ഈ ആൾക്കാരും ചെയ്ത് വരൽ. ഇതിപ്പോൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളൊക്കെ തന്നതിനെ കൊണ്ട് ധൈര്യമായിട്ട് ഇടാലോ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഈ 2 മലപ്പുറം കോഴിക്കോടും തമ്മിലുള്ള നിക്കാഹാണ് ഇപ്പോൾ നടന്നത്. ഇത് മുമ്പ് ഞാനൊരു ട്രാവൽ വ്ളോഗ് ഇട്ടില്ലേ ചെന്നൈയിൽ ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സും അങ്ങനത്തെ ആ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ വന്നതാണ് കേട്ടോ. 10-25 ആൾക്കാർ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ അവർ എത്രയോ നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ കോഴിക്കോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം ആവാൻ കുറേ സമയം എടുക്കുമല്ലോ ഇവർ വരണ്ടേ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവർക്ക് ചായയും പലഹാരമൊക്കെ കൊടുത്തതാണ്. പിന്നെ മോള് മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നതാണ് കേട്ടോ, ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നാത്തൂൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തത്. പിന്നെ പരിപാടികൾ ഏകദേശമൊക്കെ തുടങ്ങാനായിട്ട് ആൾക്കാരൊക്കെ വന്ന്, എന്നാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് അവർ വന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഇനി വന്നിട്ട്. അപ്പോഴേക്കും ഫുഡൊക്കെ വിളമ്പുന്ന ആ ഒരു ജഗപുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ ആളെ കൊണ്ട് ഇടിപ്പിച്ചാണ് കേട്ടോ ഫോണ്, ഞാനെടുത്തതല്ല. ഞാൻ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇവർ ബിരിയാണി ദമ്മിടുന്നതൊക്കെ ഒന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി കേട്ടോ. അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്ത് അപ്പോൾ രാവിലെ ഇടുമല്ലോ, നേരത്തെ ഇടും, അപ്പോൾ നമ്മളെ കാത്തുക്കൊന്നുമില്ലല്ലോ അവർ. അപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട, നിങ്ങളെ വിളിക്കൂലേനോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാറ്ററിംഗ് ഒക്കെ ചെയ്യലുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കല്യാണ ബിരിയാണി എങ്ങനെയാണെന്നുള്ളത് അറിയാനാണ് ഞാൻ നോക്കിയത്. അത് ഒന്നാമത്തെ അവർ പറയുന്നത് കൂടുതൽ നമ്മൾ ചോറ് വെക്കുമല്ലോ, കല്യാണ ബിരിയാണീൻ്റെ ടേസ്റ്റ് അതുകൊണ്ടാണെന്ന്. നമ്മളിപ്പോൾ 5-6 കിലോനല്ലേ വെക്കുക, അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ കൂടുതൽ 10, 25, 30 കിലോനല്ലേ കല്യാണത്തിനൊക്കെ വെക്കുക, അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് എന്നാട്ടോ പറഞ്ഞത്. മോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും വന്നിട്ട് എല്ലാ ഫാമിലീസുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നിക്കാഹല്ലേ, കാര്യമായിട്ടുള്ള പരിപാടിയാണല്ലോ. പിന്നെ ആളുകളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ അതെല്ലാവരും വന്ന് വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത്, മുന്തിരി ജ്യൂസാണ് കൊടുക്കുന്നത്. പിന്നെ ഈ സമയത്ത് മഴ പെയ്യോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിന് കേട്ടോ. തലേന്നൊക്കെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ മഴ പെയ്യോ എന്നുള്ള ബുദ്ധിമുട്ടാവോ, മഴ പെയ്താൽ ആകെ ഈ ഒരു ഇതുണ്ടാവില്ലല്ലോ.
പക്ഷേ ഭാഗ്യത്തിന് മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ കാക്കൻ്റെ ചെറിയ പെങ്ങള്, സൈനബ എന്നാണ് കേട്ടോ അവളുടെ പേര്. ഇത് ഓളെ ചെറിയ മോനുമാണ്. പിന്നെ അതാ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത്, എൻ്റെ ചെറിയ മോനാണ് കേട്ടോ വെള്ളം എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഇതാ മൂത്തച്ഛൻ്റെ മക്കൾ, അങ്ങനെ നാത്തൂൻ്റെ മോന്, അങ്ങനെ എല്ലാവരുമാണ്. അപ്പോൾ ഇതാ ഇളയച്ഛന്, മൂത്തച്ഛന്, അങ്ങനെ എല്ലാവരും കൂടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്കുണ്ടല്ലോ, നാത്തൂൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ സ്വീറ്റ്സ് അങ്ങനെ ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലേക്കുള്ള മാതിരി മുട്ടമാല, മുട്ടസുർക്ക, പുഡിങ് അതൊന്നുമില്ല. ഇവർ ഫ്രൂട്ട്സും ഐസ്ക്രീമും ആണ് കേട്ടോ കാര്യമായിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കാക്കൻ്റെ വേറൊരു ഏട്ടനുണ്ട്, മൂത്ത ഏട്ടനല്ല, അതിൻ്റെ ഇളയേട്ടന്, ഏട്ടൻ്റെ ഭാര്യ, അവർ കോഴിക്കോടാണ്, പ്രോപ്പർ കോഴിക്കോടാണ് കേട്ടോ. ചക്കുംകടവ് എന്നൊക്കെ പറയുന്നത് അവിടെ മെയിനാണല്ലോ നിക്കാഹിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ സ്വീറ്റ്സ് കൊടുക്കൽ, പുഡിങ്, മുട്ടമാല, മുട്ടസുർക്ക ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്താത്ത വരുമ്പോൾ മുട്ടമാലയും മുട്ടസുർക്കയും കൊണ്ടുവന്നിട്ടുണ്ടേനി. അത് ഐസ്ക്രീമിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ ഈ ഹിജാബ് ഇട്ടതാണ് കേട്ടോ പ്യാപ്പളിൻ്റെ അമ്മ, ഇത് ഉപ്പയാണ്. അപ്പോൾ കൂടെയുള്ള കറുപ്പ് പർദ്ദട്ടത് ആരാന്നുള്ള എനിക്കറിയില്ല കേട്ടോ. അടുത്ത മാസം അതാ 15-ാം തീയതി ഇവൻ്റെ നിക്കാഹും കല്യാണം കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ കല്യാണവും നിക്കാഹും എല്ലാം കൂടി നല്ല ജോറായിന് കേട്ടോ എനിക്ക് പരിപാടികളൊക്കെ. പിന്നെ എന്താ ഫസ്റ്റത്തെ ചടങ്ങാണ് മഹർ കെട്ടൽ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗിഫ്റ്റ് കൊടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ. അപ്പോൾ അതാ നീല ചുരിദാർ ഇട്ടത് പ്യാപ്പളിൻ്റെ പെങ്ങളാണ്. അവർ ബ്രേസ്ലെറ്റാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സാധാരണ ആയിട്ട് കോഴിക്കോട് കല്യാണത്തിന് മുന്നേ നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ മലപ്പുറം ആയതുകൊണ്ടായിരിക്കും നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്. പിന്നെ കുറേ സമയം ഫോട്ടോ എടുക്കലും പിന്നെ എല്ലാ കാര്യങ്ങളും അതിന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക്ക വേഗം ഫുഡിന് വേഗം വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. മഴ പെയ്താലോ എന്ന് പേടിച്ചിട്ട് ഇതാ ഫുഡൊക്കെ സെറ്റാക്കി ഇവർ കാത്തിക്കാണ് ഇവരെ പരിപാടികൾ കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇപ്പോൾ അധിക പരിപാടിക്കും കല്യാണത്തിനായാലും നിക്കാഹിനായാലും എല്ലാ പരിപാടിക്കും ബിരിയാണീൻ്റെ കൂടെ തന്നെ വിളമ്പുന്ന റൈസാണ് കാബരി റൈസ്. അത് മന്തി ഇപ്പോൾ ഇത്തിരി ബാക്കോട്ട് അയക്കണം, മന്തി അല്ല ഇപ്പം അധിക സ്ഥലത്ത് ഞാൻ ഇപ്പോൾ ഈ കാബരി റൈസാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ചുരിദാറിട്ട ആൾ കണ്ടില്ല, ചുരിദാറിട്ടതും ഡ്രസ് പാൻറ്റ് ഇട്ടതുമായിട്ടുള്ള അത് പ്യാപ്പളിൻ്റെ ഏട്ടനാണ്. അപ്പോൾ നിക്കാഹിൻ്റെ അന്ന് അവരുടെ കല്യാണം കൂടി ഉണ്ടായിന് കേട്ടോ. നമ്മൾ ഇവിടെ നിക്കാഹ് മാത്രമാണ് നടത്തിയത്. അപ്പോൾ അളിയന് നാട്ടിലില്ലാത്തതുകൊണ്ട് തൽക്കാലം വരെ കല്യാണമാണ്, വല്ല കല്യാണം നീ പളയം വന്നിട്ടായിരിക്കും ഉണ്ടാകുക ഇൻഷാ അള്ളാ. അപ്പോൾ അതാ പിന്നെ എല്ലാവരും പ്യാപ്പിളയും പെണ്ണുങ്ങളും ബാക്കിയുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മഴ പെയ്യുമോ എന്നുള്ളൊരു ചെറിയൊരു ശങ്ക ഇല്ലാതില്ല കേട്ടോ. അപ്പോൾ പ്യാപ്പിളൻ്റെ കൂടെ തന്നെയാണ് പെണ്ണും, അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഓരോ ഒരുമിച്ചാണല്ലോ ഫുഡ് കഴിക്കാതിരിക്കുക. അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. പിന്നെ അതാ ബേബിയും പിന്നെ അതേപോലെ നാത്തുവിൻ്റെ മോനും പേരക്കുട്ടിയും കൂടിയാണ് അവിടെ ജോറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ. വെള്ളത്തിൻ്റെ ഭാഗം ഓലാണ് കേട്ടോ ഏറ്റെടുത്തത്. പരിപാടി എന്തായാലും അൽഹംദുലില്ലാ അളിയനില്ലാത്തൊരു കുറവ് നല്ലോണം ഉണ്ടായിന് കേട്ടോ. ഓൾക്ക് നാത്തുവിന് ഭയങ്കര വിഷമമായിന് അളിയനില്ലാത്തതിനോട്. ഒരു മോളേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഗൾഫിലുള്ളവർക്ക് പറയുന്ന സമയത്ത് നാട്ടിലെത്താനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മഞ്ഞ പോലത്തെ ഷർട്ടില്ല, അത് പ്യാപ്പളുടെ ഏട്ടനാണ് കേട്ടോ. അത് വേറെ ഒരു ഏട്ടനും ഗൾഫിലാണ്. ഓരോ നാട്ടിലേക്കും ഓരോരോ രീതികളാണ് അല്ലേ. നമ്മളെ കോഴിക്കോടായാലും മലപ്പുറം കോഴിക്കോടൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഉണ്ടാവില്ല ഏകദേശം കേട്ടോ. ബിരിയാണി അല്ല അടിപൊളി ബിരിയാണി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കാബരി റൈസിൻ്റെ അത് പിന്നെ അത്ര വലിയ ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എവിടെ പോയാലും ബിരിയാണിയാണല്ലോ മസ്റ്റ്, ഏറ്റവും പ്രധാനം ബിരിയാണിയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബിരിയാണി ഇല്ലാത്തൊരു പരിപാടി ഇല്ല. പിന്നെ അതാ ഫുഡ് കഴിച്ച് പകുതി ആയിട്ടുണ്ടാവുമെന്ന് തോന്നില്ല, അപ്പോഴേക്കും ഇത് അടിച്ച് പൊളിച്ചൊരു മഴയും കാറ്റൊക്കെ വന്ന്. അപ്പോൾ സൈഡിൽ ഇരുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടോ, അവർക്ക് മാറ്റി വേറെ ടേബിൾ ഇട്ടിക്കുകയാണ് പിന്നെ ചെയ്ത്. നല്ല ഉഷാറ് മഴ പെയ്തിട്ടുണ്ടായിന്. കുറേ നേരമായി ഇങ്ങനെ മഴ പെയ്യുമെന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുന്നുണ്ടായിന്. എന്നാലും ചോറുന്നണ ആ സമയത്തായിപ്പോയി മഴ പെയ്ത്, കണ്ടില്ല നല്ല കാറ്റും ഉണ്ടായിന്. ആ സൈഡിലുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി. എന്നാലും അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി തന്നെ കഴിഞ്ഞ്. പിന്നെ ഇപ്പോൾ കല്യാണത്തിന് പന്തലിടൽ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മറ്റേ തുണിപ്പന്തലായിരിക്കുമല്ലോ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബേബിയും ജിനും ആണ് കേട്ടോ വെള്ളത്തിൻ്റെ മെയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഓല പാർട്ട് നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണല്ലോ പരിപാടിയിലൊക്കെ ഇങ്ങനത്തെ ഓരോ ഇത്. ഞങ്ങളെ ടീമിനെ വീഡിയോയിൽ അധികം ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അതുണ്ടല്ലോ ഇപ്പോൾ എല്ലാ പരിപാടിയിലും. പിന്നെ ഞങ്ങളെ ടീമാണ് കേട്ടോ കൊലായിൽ നിൽക്കുന്നത് ഫുള്ളും. ഇനിയിപ്പോൾ അടുത്തത് അജിൻ്റെ കല്യാണത്തിന് കൂടാന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. നല്ല എൻജോയ് ചെയ്തിട്ടോ 2 ദിവസമാണെങ്കിലും. പിന്നെ പിയാപ്പിൾക്ക് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഷർട്ട്, പിന്നെ അത്തർ, അതിൽ കുറച്ച് ചോക്ലേറ്റ്,
പിന്നെന്താണ് വാച്ച് അതൊക്കെയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് കാക്കൻ്റെ ഫ്രണ്ട് എന്ന് മാത്രമല്ല നമ്മളെ കുടുംബ സുഹൃത്ത് എന്ന് തന്നെ പറയാം. എല്ലാവരെയും ഫ്രണ്ടാണ് കേട്ടോ, കുടുംബം പോലെയാണ്. അപ്പോൾ അവനും ഇതിലുണ്ടായിനി. എല്ലാവരും കൂടി പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മേശയും കസേലയും കൊണ്ടുപോകലും ഇതാക്കലും ഞാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെ വേറെ ആരും ഫോട്ടോ എടുക്കാനില്ലാത്തതിനോണ്ട് ഞാനാണ് ഇപ്പോൾ വല്ലതൊക്കെ എടുക്കണേ. ഞാൻ കസേലയും മേശയും കൊണ്ടുപോകണമെന്ന് ആരും എടുത്തില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് അജീൻ്റെ കല്യാണത്തിന് കാണാമെന്നുള്ളൊരിതിൽ ഞങ്ങളെല്ലാവരും പിരിഞ്ഞിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത് തന്നെ ഇവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ പരിപാടികൾ ഈ കസാലയും മേശയും കൊണ്ടുപോകലും ചെമ്പ് കൊണ്ടുപോകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരും വിട്ടില്ല കേട്ടോ. അപ്പോൾ ചോക്ലേറ്റുകളോ സാധനങ്ങളൊക്കെ ഒരു കൊണ്ടുവന്നിക്കണമല്ലോ, അത് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും മിഠായിൻ്റെ വിതരണം എല്ലാം മിഠായിയൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. പിറ്റേന്ന് അവർ മിഠായി വിതരണം ചെയ്യാനുള്ള സമയം ആരും കൊടുത്തില്ല കേട്ടോ. അപ്പം തന്നെ എല്ലാവരും മിഠായിയൊക്കെ ഓലക്കൊണ്ട് തന്നെ പോത്തി അയപ്പിച്ച് വാങ്ങി എല്ലാവരും കഴിച്ച് നല്ല ഹാപ്പിയിലാണ്. രാത്രിയാണ് കേട്ടോ ഞങ്ങൾ പോന്നിട്ടുള്ളത്. പോരാനിറങ്ങിയ സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴ ചോരും വിചാരിച്ചിട്ടാണ് ഇക്കാക്കൻ്റെ രണ്ടാമത്തെ പെങ്ങൾ കാത്തുന്നത്. പക്ഷേ മഴ ചോരുന്ന മട്ടം കാണില്ല. പോലെ വീട്ടിലും കല്യാണത്തിരക്കാണല്ലോ, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ അവിടെ വീട്ടിലും കല്യാണമായല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കാർക്കും പോയിട്ട് വലിയ തിരക്കില്ലാത്തതിനോണ്ട് ഞങ്ങളെല്ലാവരും രാത്രിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ മോന്തിയായ സമയത്ത് തന്നെ ഇവർ നിൽക്കണ്. പിന്നെ മരിബാങ്കൊക്കെ കൊടുക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇതാണ് കേട്ടോ രണ്ടാമത്തെ പെങ്ങൾ, കാക്കൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ്. ഓൻ്റെ മോൻ്റെ കല്യാണമാണ് അടുത്ത മാസം 15-ാം തീയതി ഉള്ളത്.